കണ്ണീരാരു തരും പശ്ചാത്താപത്തിൻ പാദം കഴുകിടുവാൻ കണ്ണീരാരു തരും. സിറോ മലബാർ സഭയുടെ വിഭൂതി ദിനത്തിലുള്ള പ്രത്യേക പ്രാർത്ഥനയിലെ ഒരു ഗാനമാണിത്. രചയിതാവ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യമായിരിക്കാം. പാപിനിയായ സ്ത്രീ തൻ്റെ കണ്ണുനീരുകൊണ്ട് കർത്താവായ ഈശോ മിശിഹായുടെ പാദം കഴുകുകയാണ്. തപസ് കാലമെന്നാണ് ലത്തീൻ റീത്തിൽ ഈ കാലഘട്ടം അറിയപ്പെടുക. തപസ് കാലത്തിൽ തപം ചെയ്യുകയാണ്. എന്തിനെക്കുറിച്ചാണ് തപം ചെയ്യുന്നത്? നമ്മൾ തപിക്കുന്നത് അയ്യോ പിതാവേ തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ ഉരുക്കുകയാണ്. അങ്ങനെ ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: കർത്താവായ യേശു ക്രിസ്തു താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ഹൃദയ രക്തം കൊണ്ട് അവിടുത്തെ പാദം ഞാൻ കഴുകുമായിരുന്നു എന്നാണത്. ഒരു ഉപരി നന്മയായ ദൈവത്തെ വിവേകാനന്ദൻ കർത്താവായ ക്രിസ്തുവിൽ കണ്ടു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. പ്രിയമുള്ളവരെ, നമ്മുടെയെല്ലാം നന്മയുടെ അഭാവം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപരി നന്മയായ കർത്താവിനെ നോക്കിയിട്ടാണ്. 3 വർഷക്കാലമേ ജീവിച്ചുള്ളൂവെങ്കിലും അവൻ തൻ്റെ കാലടികൾ ഈ ഭൂമിയിൽ പതിപ്പിച്ചപ്പോൾ അനേകർക്കത് ആശ്വാസത്തിൻ്റെ ഇടമായിട്ട് മാറ്റപ്പെടുകയാണ്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ എത്ര ദിവസമായി ഈ ഭൂമിയിൽ വന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്നൊന്ന് ആലോചിക്കുക. ഈ 3 വർഷക്കാരൻ്റെ പരസ്യ ജീവിതവും 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ് നമ്മുടെ എല്ലാം ജീവിതവും അതിൻ്റെ അർത്ഥതലങ്ങൾ എവിടെയാ കിടക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് ദൈവം സഹായിക്കട്ടെ, തുണയ്ക്കട്ടെ, പുണ്യം പൂക്കട്ടെ.